ഗോവിന്ദത്തിലേക്ക് എല്ലാ സുഹൃത്തുക്കളായ സജ്ജനങ്ങൾക്കും സ്വാഗതം. കൂട്ടുകാരെ, നമുക്കിന്ന് വിക്രമാദിത്യൻ്റെ സിംഹാസനാരോഹണം നോക്കാം. കഴിഞ്ഞ ഭാഗത്തിൽ ഭർതൃഹരി ലൗകിക സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം തൻ്റെ സഹോദരന്മാരെ അരികിൽ വിളിച്ച് അവരെ ആശീർവദിച്ച് സർവസംഘ പരിത്യാഗിയായി ജടാവൽക്കലം ധരിച്ച് തപസ്സിനായി ഘോരവനത്തിലേക്ക് പോകുന്നതാണ്. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ വിക്രമാദിത്യൻ്റെ സിംഹാസനാരോഹണം നോക്കാം. ഭർതൃഹരിയുടെ വേർപാടിന് ശേഷം ഏതാനും ദിവസങ്ങൾക്കകം വിക്രമാദിത്യൻ രാജ്യഭാരം കയ്യേറ്റു. അതുപോലെ തൻ്റെ നിതാന്ത അനുചരനായി ഇരുന്ന്, അതുപോലെ തന്നെ അനുജനുമാണല്ലോ ഭട്ടി, ആ ഭട്ടിയെ മന്ത്രിയായി നിയമിക്കുകയും ചെയ്തു. എല്ലാ വിഭാഗം പ്രജകളെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അവർ ഇപ്രകാരം രാജ്യഭരണം നടത്തി വരവേ ഒരു ദിവസം വിക്രമാദിത്യൻ ഭട്ടിയെ വളരെ സ്നേഹത്തോടെ തൻ്റെ അരികിലേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ലേ സഹോദര, ഈ രാജ്യം നമ്മുടെ മഹാനായ പിതാവ് നമുക്ക് ആർജിച്ചു തന്നതാണ്, അല്ലാതെ നമ്മൾ സ്വയം ഉണ്ടാക്കിയതല്ല. എന്തുകൊണ്ടോ ഈ ചെറിയ രാജ്യം ഭരിക്കുന്നത് കൊണ്ട് മാത്രം തൃപ്തിപ്പെടുവാൻ നാം ഇഷ്ടപ്പെടുന്നില്ല. നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കണ്ടേ? അങ്ങനെ നാം നമ്മുടെ പിതാവിനോടുള്ള പാവനമായ കർത്തവ്യം നിർവഹിക്കുകയാണ് വേണ്ടത്. യാതൊരു വികസന പരിപാടികളും നടപ്പിൽ വരുത്താൻ സാധ്യമല്ലാത്ത വിധം നമ്മുടെ ഖജനാവാണെങ്കിൽ വളരെയധികം ശോഷിച്ചിരിക്കുകയാണ്. ഖജനാവിൽ ആവശ്യത്തിന് പോലും ധനമില്ല. അങ്ങനെ സമഗ്രമായ സാമ്പത്തിക വികസനത്തിന് വേണ്ട പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിൽ വരുത്തിയാൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. അതിലേക്ക് ആദ്യമായി വേണ്ടത് നമ്മുടെ തലസ്ഥാന നഗരി ഒരു പറ്റിയ സ്ഥലത്തേക്ക് മാറ്റുകയാണ്. സമഗ്രമായ സാമ്പത്തിക വികസനത്തിന് വേണ്ട പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിൽ വരുത്തിയാൽ മാത്രമേ പ്രജാക്ഷേമകരമായി നമുക്ക് രാജ്യം ഭരിക്കാൻ സാധ്യമാകുകയുള്ളൂ. അതിലേക്ക് ആദ്യമായി വേണ്ടത് നമ്മുടെ തലസ്ഥാന നഗരി മനോഹരമായ ഒരു സ്ഥലത്തേക്ക്, ഒരു ഉയർന്ന സ്ഥലത്തേക്ക് മാറ്റുകയാണ്. തലസ്ഥാന നഗരത്തിന് ചുറ്റും ഫലവൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞ് വളരുന്നുണ്ടാകണം. അതുപോലെ ശുദ്ധജലം നിറഞ്ഞ കുളങ്ങൾ ഉണ്ടാകണം. കുളിർമയേറിയ ശുദ്ധജലം പ്രവഹിക്കുന്ന നദി ഉണ്ടായിരിക്കണം. ഏറ്റവും പരിഷ്കൃതമായ രീതിയിൽ സർക്കാർ ഓഫീസുകളും ആസ്ഥാന മണ്ഡപങ്ങളും ആസ്പത്രികളും വിദ്യാലയങ്ങളും വിനോദവിഹാരശാലകളും ദേവാലയങ്ങളും എല്ലാം സ്ഥാപിക്കണം. നമ്മുടെ തലസ്ഥാന നഗരിയിൽ യാതൊരുവനും ഭവനരഹിതനായിരിക്കരുത്. സർക്കാർ വക തരിശുഭൂമികൾ ഭൂരഹിതർക്ക് പതിച്ചു കൊടുക്കണം. പ്രജാസുഖം രാജസുഖം എന്നതായിരിക്കട്ടെ നമ്മുടെ മുദ്രാവാക്യം. നമ്മുടെ വത്സല സഹോദരൻ്റെ അഭിപ്രായം എങ്ങനെ? ഭട്ടിയോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഭട്ടി അതിനുത്തരമായി ഇങ്ങനെ പറഞ്ഞു, പ്രഭു, അങ്ങയുടെ വിശാല വീക്ഷണത്തിനും പരമോദാരത്തിനും പ്രത്യക്ഷ ലക്ഷണമായ നിർദ്ദേശത്തോട് ഞാൻ സർവാത്മന അനുകൂലിക്കുന്നു. ഒട്ടും സമയം കളയാതെ ഞാൻ അതിൻ്റെ നിർവഹണത്തിന് വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട്. ശരി, വളരെ സന്തോഷം. ഈ ഭാരമേറിയ കർത്തവ്യ നിർവഹണത്തിൽ ദൈവം നിനക്ക് സർവ്വ അനുഗ്രഹങ്ങളും നൽകട്ടെ, നിനക്ക് തുണയായിരിക്കട്ടെ എന്ന് അനുഗ്രഹിച്ച് ഭട്ടിയെ യാത്രയാക്കുകയാണ്. തലസ്ഥാന നഗരം സ്ഥാപിക്കാനുള്ള മാതൃകാ സ്ഥാനം നോക്കി ഭട്ടി പല സ്ഥലങ്ങളിലും ചുറ്റിക്കറങ്ങി. പർവ്വത പ്രദേശങ്ങളും കാനനങ്ങളും തരണം ചെയ്തു. സാമന്ത രാജ്യങ്ങളിലെ തലസ്ഥാന നഗരികൾ പരിശോധിച്ചു. ഇങ്ങനെ പല ദിക്കുകളിൽ അലഞ്ഞു നടന്നിട്ടും വിക്രമാദിത്യൻ്റെ നിർദ്ദേശപ്രകാരമുള്ള ഒരു മാതൃകാ സ്ഥാനം കണ്ടെത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അങ്ങനെ വളരെ നിരാശനായി തീർന്ന അദ്ദേഹം ഒടുവിൽ സ്വദേശത്തേക്ക് മടങ്ങാൻ തന്നെ തീരുമാനിക്കുകയാണ്. മടക്കയാത്ര മറ്റൊരു വഴിയിലൂടെയായിരുന്നു. വചനഗിരി മലഞ്ചെരുവിന് തെക്കുവശത്തായി ഗുണപതി നദിയുടെ തീരത്തായി ഒരു പ്രദേശം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഉന്നതമായ ഒരു പർവ്വതത്തിന് മുകളിൽ സ്ഥിതി ചെയ്തിരുന്ന ഈ പ്രദേശം വിക്രമാദിത്യ ചക്രവർത്തിയുടെ ആ നിർദ്ദേശമനുസരിച്ചുള്ള സകല ലക്ഷണങ്ങളും ഉൾക്കൊള്ളുന്ന ഒന്നാണെന്ന് ഭട്ടിക്ക് മനസ്സിലായി. യാത്രാമധ്യേ എതിർവശത്തേക്ക് പോകുന്ന ഒരു ഒറ്റയടിപ്പാത കണ്ട് അതിലൂടെ അദ്ദേഹം വളരെ ദൂരം സഞ്ചരിക്കുകയാണ്. ആ ഒറ്റയടിപ്പാതയിലൂടെ അദ്ദേഹം വളരെ ദൂരം മുന്നോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ അതിപുരാതനമെന്ന് പ്രഥമ ദൃഷ്ടിയിൽ തന്നെ തോന്നിപ്പിക്കുന്ന ഒരു വലിയ കാളീക്ഷേത്രത്തിൻ്റെ സവിധത്തിൽ വന്നു ചേരുകയാണ്. തികച്ചും അപ്രതീക്ഷിതമായ ഈ കാഴ്ച ഭട്ടിയെ വളരെയധികം അത്ഭുതപരതന്ത്രനാക്കി തീർത്തു. അദ്ദേഹം ആ ക്ഷേത്രത്തിന് 3 പ്രാവശ്യം പ്രദക്ഷിണം വെച്ച് ഭീമാകാരമായി കാണപ്പെട്ട ആ ദേവീ വിഗ്രഹത്തിന് മുമ്പിൽ അല്പസമയം ധ്യാനനിരതനായി നിന്നു. അങ്ങനെ ആ ധ്യാനത്തിൽ നിന്നുണർന്ന ഉടൻ അദ്ദേഹം നാലുപാടും തൻ്റെ സൂക്ഷ്മ നയനങ്ങൾ പായിക്കുകയാണ്. അപ്പോൾ ക്ഷേത്രക്കുളത്തിന് സമീപമായി
അവ്യക്തമായ അക്ഷരങ്ങളിൽ എന്തോ എഴുതി വച്ചിരിക്കുന്ന ഒരു ശിലാസ്തംഭം കണ്ട് അദ്ദേഹം ജിജ്ഞാസയോടുകൂടി അതിന് സമീപത്തെത്തി. ആ പ്രസ്തുത ശിലാഫലകം ഇങ്ങനെ വർഷങ്ങളായി പൊടി പിടിച്ചു കിടന്നതിനാൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അവ്യക്തമായിരുന്നു. അദ്ദേഹം ആ പൊടിപടലങ്ങളെല്ലാം വളരെ ശ്രദ്ധാപൂർവം തുടച്ചു മാറ്റി. അപ്പോൾ അതിലെഴുതിയിരിക്കുന്ന ലിഖിതങ്ങൾ തികച്ചും വ്യക്തമായി തീർന്നു. ആ ശിലാലിഖിതം ഇപ്രകാരമായിരുന്നു: അടുത്ത് കാണുന്ന തടാകത്തിൻ്റെ കരയ്ക്കുള്ള വൃക്ഷത്തിൽ ചക്രാകാരമായി 7 ഉറികൾ തൂക്കിയിട്ടിട്ടുണ്ട്. അവയ്ക്ക് നേരെ കീഴിയായി തടാകത്തിൻ്റെ മധ്യത്തിൽ ഒരു ശൂലവും നാട്ടിയിരിക്കുന്നു. തലകീഴായി വായുവിലൂടെ നീന്തി മേൽപ്പറഞ്ഞ ഉറികളേഴും ഒറ്റവെട്ടിന് മുറിച്ച് ഏതൊരാൾ ശൂലത്തിൻ്റെ മുനയിൽ ശിരസ്സുകൊണ്ട് മുട്ടുന്നുവോ ആ ആളിൻ്റെ മുമ്പിൽ തക്ഷണം ദേവി ഭദ്രകാളി പ്രത്യക്ഷപ്പെടുന്നതും അയാളെ സർവാഭീഷ്ടങ്ങളും നൽകി അനുഗ്രഹിക്കുന്നതുമാണ്. ഈ ശിലാലേഖനം ഭട്ടിയുടെ ശരീരത്തിലൂടെ രോമാഞ്ചപ്പുഴയൊഴുകി. അദ്ദേഹം ഇങ്ങനെ വിചാരിച്ചു: വിക്രമാദിത്യനെ കൊണ്ടല്ലാതെ ഈ അത്ഭുതകൃത്യം മറ്റാരെ കൊണ്ടും സാധ്യമാകയില്ലെന്നും അദ്ദേഹത്തിന് ബോധ്യമായി. ഒട്ടും താമസിക്കാതെ തന്നെ അദ്ദേഹം രാജധാനിയിലേക്ക് പുറപ്പെടുകയും ചെയ്തു. തൻ്റെ അത്ഭുതകരമായ പര്യടനത്തിൻ്റെ പൂർണ്ണ വിവരണങ്ങൾ ഭട്ടി വിക്രമാദിത്യനെ ധരിപ്പിക്കുന്നു. തലസ്ഥാന നഗരി സ്ഥാപിക്കുന്നതിന് കണ്ടുപിടിച്ച സ്ഥലം നേരിൽ കാണുന്നതിനും ദേവീക്ഷേത്രത്തിലെ ശിലാലിഖിതത്തിൽ എഴുതിയിരിക്കുന്ന അനുസരിച്ച് ദേവിയെ പ്രത്യക്ഷപ്പെടുത്തുന്നതിനുമായി അദ്ദേഹം ഉടനടി തീരുമാനിക്കുകയാണ്. വിക്രമാദിത്യൻ്റെ വിസ്മയാവഹമായ കഴിവുകളെപ്പറ്റി പൂർണ്ണ ബോധ്യമുണ്ടായിരുന്ന ഭട്ടി അദ്ദേഹത്തിൻ്റെ തീരുമാനത്തെ കഴിവതും പ്രോത്സാഹിപ്പിച്ചു. അടുത്ത ശുഭമുഹൂർത്തത്തിൽ അവരിരുവരും വേണ്ട സന്നാഹങ്ങളോടും ചെറിയ ഒരു പരിവാര സംഘത്തോടും കൂടി യാത്ര പുറപ്പെടുകയും ചെയ്തു. ഭട്ടിക്ക് താൻ യാത്ര ചെയ്തിരുന്ന സ്ഥലങ്ങളെല്ലാം നല്ല നിശ്ചയമുണ്ടായിരുന്നതിനാൽ യാത്രയിൽ സ്ഥലനിർണയത്തിന് ഒട്ടും തന്നെ ക്ലേശിക്കേണ്ടതായി വന്നില്ല. അവർ അങ്ങനെ ദേവീക്ഷേത്രത്തിൻ്റെ സമീപത്ത് എത്തിച്ചേർന്നു. ആ പ്രദേശത്തിൻ്റെ മനോഹാരിത വിക്രമാദിത്യനെ എന്തെന്നില്ലാതെ ആനന്ദിപ്പിച്ചു. ഒരു ദേവന് തുല്യം തേജസ്വിയായി തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന വിക്രമാദിത്യനെ കണ്ട മാത്രയിൽ ദേവി അദ്ദേഹത്തിന് തൻ്റെ സവിധത്തിൽ തന്നെ തലസ്ഥാനം സ്ഥാപിക്കുന്നതിനുള്ള സകല സൗകര്യങ്ങളും നൽകി അനുഗ്രഹിക്കണമെന്ന് മനസ്സാ തീരുമാനിക്കുകയാണ്. അതേസമയം വിക്രമാദിത്യനാകട്ടെ ആ സ്ഥലം തിരഞ്ഞെടുക്കുന്നതിൽ ഭട്ടി പ്രദർശിപ്പിച്ച സാമർഥ്യവിശേഷത്തെ അഭിനന്ദിക്കുകയും ചെയ്തു. അദ്ദേഹം വളരെയധികം സ്നേഹാദര പുരസ്സരം ഭട്ടിയുടെ ഭുജങ്ങളിൽ മൃദുവായി തട്ടിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു: പ്രകൃതിദേവി പുളകച്ചാർത്തണിഞ്ഞ് ഇങ്ങനെ നിലകൊള്ളുന്ന ഈ സ്ഥലം നമ്മുടെ ഉദ്ദേശത്തിന് വേണ്ടി തികച്ചും പര്യാപ്തമാണ്. എന്തിനും ദേവി തന്നെ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം ഭട്ടിയെയും കൂട്ടിക്കൊണ്ട് ആ പരിസരമെല്ലാം നിരീക്ഷിക്കുകയാണ്. അങ്ങനെ തടാകത്തിൻ്റെ തീരത്തേക്ക് നടന്ന് ശിലാലിഖിതത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ 7 ഉറികളും ശൂലവുമെല്ലാം കണ്ടെത്തി. അങ്ങനെ പരിശോധിച്ച് വരവേ വിക്രമാദിത്യൻ ഭട്ടിയോട് ചോദിച്ചു: അനുജ, ഈ തടാകത്തിന് ആഴം വളരെയേറെ ഉണ്ടായിരിക്കാനാണല്ലോ സാധ്യത. ആ സ്ഥിതിക്ക് അതിന് നടുവിൽ ഈ ശൂലം ബാഹ്യ അവലംബമില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് വിചിത്രമായി തോന്നുന്നില്ലേ? അതിലെന്തെങ്കിലും രഹസ്യമുണ്ടായിരിക്കുമോ? കൂടാതെ ഈ ഉറികൾ 7 ഒറ്റവെട്ടിനെ മുറിക്കണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അതെങ്ങനെ സാധിക്കും? ഉറികൾ വൃത്താകൃതിയിലാണല്ലോ കെട്ടിയിരിക്കുന്നത്. ഉടനെ ഭട്ടി മറുപടി പറഞ്ഞു: ഈ ശൂലത്തിന് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുമായി ഉറ്റ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് അതിന് ദിവ്യശക്തി ഉണ്ടായിട്ടുള്ളതും. അവിടുന്ന് ഊരിപ്പിടിച്ച വാളുമായി വൃക്ഷത്തിൽ കയറി ഒരു ഉറിയിൽ തൂങ്ങി നിൽക്കണം. എന്നിട്ട് വൃത്താകാരമായി വായുവിലൂടെ നീന്തുക. 7 ഉറിച്ചരടുകളും കൂടിപ്പിണഞ്ഞ് അപ്പോൾ ഒന്നായിത്തീരും. ആ സമയം വാളുകൊണ്ട് ആഞ്ഞു വെട്ടി ഉടൻ തന്നെ അവ അറ്റുവീഴുകയും ചെയ്യും. അതോടെ അങ്ങ് തലകീഴായി ചാടിയേക്കുക. അത്രയേ ഉള്ളൂ കാര്യം. വിക്രമാദിത്യൻ തൻ്റെ രാജകീയമായ വേഷഭൂഷകൾ അഴിച്ച് തടാകത്തിൻ്റെ തീരത്ത് വെച്ച ശേഷം തടാകത്തിലിറങ്ങി കുളിച്ച് ശരീരശുദ്ധി വരുത്തി അനന്തരം അദ്ദേഹം ദേവീപ്രസാദത്തിനായി മനമുറ്റ് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഉറികൾ തൂക്കിയിട്ടിരുന്ന വൃക്ഷത്തിൻ്റെ മുകളിൽ കയറുന്നു. ഭട്ടിയുടെ നിർദ്ദേശപ്രകാരം വായുവിൽ നീന്തി ഒറ്റ വെട്ടുകൊണ്ട് 7 ഉറികളും നിലം പതിപ്പിക്കുന്നു. എന്നിട്ട് ശൂലാഗ്രത്തിലേക്ക് സ്വന്തം ശിരസ് കൊണ്ട് മുട്ടാൻ ഭാവിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശിരസ് മൂർച്ചയേറിയ ശൂലാഗ്രത്തിൽ സ്പർശിക്കുന്നതിന് മുമ്പായി ദേവി ഭദ്രകാളി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ കരങ്ങളിൽ ഒരു ശിശുവിനെ സ്വന്തം മാതാവെന്ന പോലെ വഹിച്ചുകൊണ്ട് ക്ഷേത്രാന്തർഭാഗത്തേക്ക് പോയി. വിവിധ വികാരങ്ങൾ കൊണ്ട് സ്തബ്ധനായി തീർന്ന വിക്രമാദിത്യൻ ദേവിയുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു.
അവിടുത്തെ അനന്തമായ കാരുണ്യത്തിനും അനുഗ്രഹത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്യന്തം സംപ്രീതയായി തീർന്ന ദേവി അദ്ദേഹത്തെ സ്വന്തം കരങ്ങൾ കൊണ്ട് താങ്ങി നിർത്തി ഇപ്രകാരം അരുളി ചെയ്തു: വത്സ, നിന്റെ അനിതര സാധാരണമായ കഴിവിൽ നാം അത്യന്തം സംതൃപ്തയായിരിക്കുന്നു. ഈ ജീവൻ മരണ പരീക്ഷണത്തിൽ ഏർപ്പെടാൻ ഇതപര്യന്തം ആരും തന്നെ ധൈര്യപ്പെട്ടിട്ടില്ല. നീയാകട്ടെ അതിൽ സുധീരം ഏർപ്പെടുകയും അസൂയാർഹമായ വിജയം ആർജിക്കുകയും ചെയ്തിരിക്കുന്നു. നിന്റെ ഏതു വിധമുള്ള അഭിലാഷങ്ങളും നിറവേറ്റുവാൻ നാം ഇതാ സന്നദ്ധയായിരിക്കുന്നു. നിന്റെ അനുജനും മന്ത്രിയുമായ ഭട്ടിയും നിനക്ക് ഏറ്റവും അനുയോജ്യൻ തന്നെ. അവൻ്റെ അതുല്യമായ സാമർഥ്യവും സൂക്ഷ്മ നിരീക്ഷണ പാടവവുമാണ് നിന്റെ വിജയത്തിൽ ഒട്ടും അപ്രധാനമല്ലാത്ത പങ്കുവഹിച്ചിരിക്കുന്നത്. ഇനിമേലും നിങ്ങൾ ഒരിക്കലും വേർപെടാതെ പരസ്പരം സ്നേഹിച്ചും സേവിച്ചും വാണരുളി അനന്തമായ പ്രതാപ ഐശ്വര്യങ്ങൾക്ക് പാത്രീഭവിക്കുവിൻ. അല്ലയോ വിക്രമാദിത്യ, ഇനി നിന്റെ അഭിലാഷം എന്തെന്ന് നമ്മെ തുറന്ന് അറിയിച്ചു കൊള്ളുക തന്നെ. എന്തായാലും നാം സാധിച്ചു തരുന്നതാണ്. ഇത് കേട്ട് ദേവിയുടെ വാക്കുകൾക്ക് മറുപടിയായി വിക്രമാദിത്യൻ ഇങ്ങനെ പറഞ്ഞു: അല്ലയോ ജഗദാധാരമൂർത്തിയായ ലോകജനനി. വിക്രമാദിത്യൻ ദേവിയുടെ മുമ്പിൽ വീണ്ടും സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു: അടിയൻ അവിടുത്തെ അനുഗ്രഹം ഒന്നു മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അവിടുത്തെ തിരുസന്നിധാനത്തിൻ്റെ അരികിലായി അടിയൻ്റെ തലസ്ഥാന നഗരി സ്ഥാപിക്കുവാൻ അവിടുന്ന് അനുമതി നൽകി അനുഗ്രഹിച്ചാലും അതിലേക്ക് വേണ്ട സർവ്വവിധ വിഭവങ്ങളും കഴിവുകളും അടിയന് ലഭിക്കുമാറാകട്ടെ. തൃപ്പാദദാസനായ അടിയൻ്റെ മേൽക്കോയ്മ എല്ലാ രാജാക്കന്മാരും അംഗീകരിച്ച് രാജ്യശ്രേയസ്സിന് വേണ്ടി അനവരതം പ്രയത്നിക്കുവാൻ അടിയനെ പ്രാപ്തനാക്കി തീർക്കട്ടെ. ദേവി പറഞ്ഞു: ശരി, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. നിനക്ക് സർവ്വ ഐശ്വര്യങ്ങളും അനശ്വര കീർത്തിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഉടനടി കർത്തവ്യ നിർവഹണത്തിൽ ഏർപ്പെട്ടുകൊള്ളുക തന്നെ. ഇപ്രകാരം അരുളി ചെയ്ത് ദേവി അന്തർധാനം ചെയ്തു. വിക്രമാദിത്യനും ഭട്ടിയും അന്നത്തെ രാത്രി അവിടെ തന്നെ കഴിച്ചുകൂട്ടുവാൻ നിശ്ചയിച്ചു. അതനുസരിച്ച് അവരിരുവരും സന്ധ്യാനുഷ്ഠാനങ്ങൾ യഥാവിധി നിർവഹിച്ച ശേഷം ദേവീക്ഷേത്രത്തിൻ്റെ ഉമ്മറത്തുള്ള ആൽത്തറയിൽ ഉറങ്ങുവാനായി കിടന്നു. ദേവിയുടെ അനുഗ്രഹത്താൽ വിശപ്പും ദാഹവും ഒന്നും അവർക്ക് അനുഭവപ്പെട്ടില്ല. രണ്ടുപേരും പെട്ടെന്ന് ഗാഠനിദ്രയിൽ ലയിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ തേജോമയിയായ ദേവിയുടെ രൂപം ഭട്ടിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ദേവി ഭട്ടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: വത്സ, നാം ആരാണെന്ന് നീ ഇതിനകം ഗ്രഹിച്ചു കഴിഞ്ഞിരിക്കുമല്ലോ. നിന്റെ സഹോദരനായ വിക്രമാദിത്യനും നീയും നമ്മുടെ അകമഴിഞ്ഞുള്ള അനുഗ്രഹങ്ങൾക്ക് പാത്രീഭവിച്ചിരിക്കുകയാണ്. നമ്മുടെ ആഗ്രഹവും അനുഗ്രഹവും അനുസരിച്ച് നമ്മുടെ സന്നിധാനത്തിൽ തന്നെ രാജധാനി നിർമ്മിക്കാൻ നിശ്ചയിച്ചിരിക്കുകയാണല്ലോ. ശുഭസ്യ ശീഘ്രം എന്നായിരിക്കട്ടെ നിങ്ങളുടെ മുദ്രാവാക്യം. ധനത്തിനെയും മറ്റ് വിഭവങ്ങളെയും സംബന്ധിച്ച് നിങ്ങൾ അല്പവും ക്ലേശിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ട സർവ്വ വിഭവങ്ങളും വൈഭവങ്ങളും നാം നൽകുന്നുണ്ട്. അതാ ആ ശിവലിംഗ പ്രതിഷ്ഠയ്ക്കപ്പുറം ഒരു വട്ടക്കല്ല് കിടപ്പുണ്ട്. അത് പൊക്കി നോക്കിയാൽ അതിന് താഴെ ഒരു വലിയ നിധി കുംഭം കാണും. അത് കരസ്ഥമാക്കി നിങ്ങളുടെ ഇംഗിത സാധ്യത്തിന് വേണ്ടി യഥേഷ്ടം വിനിയോഗിച്ചു കൊള്ളുകയേ വേണ്ടൂ. ഇത്രയും പറഞ്ഞ് ദേവി വീണ്ടും മറഞ്ഞു. ഭട്ടി തൽക്ഷണം വിക്രമാദിത്യനെ വിളിച്ചുണർത്തി സകല കാര്യങ്ങളും അദ്ദേഹത്തെ ധരിപ്പിച്ചു. അത് ദേവിയുടെ മനഃപൂർവ്വമായ അരുളപ്പാട് തന്നെയാണെന്ന് അവർക്ക് ബോധ്യമായി. പ്രഭാതമായ ഉടൻ അവർ ശിവലിംഗ പ്രതിഷ്ഠയുടെ സമീപമെത്തി വട്ടക്കല്ല് കണ്ട് പൊക്കി നോക്കി. ദേവി അരുളി ചെയ്ത പ്രകാരം തന്നെ അമൂല്യമായ സ്വർണ്ണരത്നങ്ങൾ നിറഞ്ഞ നിധികുംഭം അവർക്ക് ലഭിക്കുകയാണ്. എല്ലാം ദേവിയുടെ കടാക്ഷം എന്ന് ബോധ്യമായ അവർ ആ നിധികുംഭത്തെയും എടുത്ത് എല്ലാം ദേവീ കടാക്ഷം എന്ന് മനസ്സിലാക്കി അവർ പ്രസ്തുത നിധികുംഭവും എടുത്ത് അവിടെ ഒരു രഹസ്യസ്ഥാനത്ത് സൂക്ഷിച്ചു വെക്കുകയാണ്. താമസം വിന ആ സ്ഥലത്ത് രാജധാനി സ്ഥാപിക്കുവാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. വിശ്രുതരായ നഗര സംവിധാന വിദഗ്ധന്മാരെ കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി അതായത് ഏറ്റവും ആധുനികമായ രീതിയിൽ അതിഗംഭീരമായ തോതിൽ നഗര നിർമ്മാണത്തിനുള്ള പദ്ധതികളെല്ലാം ആസൂത്രണം ചെയ്തു. ഈ സംരംഭങ്ങളിലെല്ലാം ദേവിയുടെ അദൃശ്യ ഹസ്തങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അതുവരെ വിജനമായി കിടന്നിരുന്ന ആ സ്ഥലത്ത് അമരാവതി സദൃശമായ ഒരു നഗരം ഉയർന്നു. നഗരത്തിൻ്റെ 4 ഭാഗത്തും രാജകൊട്ടാരങ്ങൾ, ആസ്ഥാന മണ്ഡപങ്ങൾ, വ്യാപാരശാലകൾ, വ്യവസായ കേന്ദ്രങ്ങൾ, ആതുരാലയങ്ങൾ, വിദ്യാലയങ്ങൾ മുതലായവ ആകാശത്തേക്ക് ഗംഭീരമായ ശിരസ്സുയർത്തി നിലകൊണ്ടു. നഗരത്തിന് ചുറ്റും കോട്ടകളും കിടങ്ങുകളും നിർമ്മിച്ച് സുരക്ഷിതമാക്കി. ഇങ്ങനെ സർവ്വ ഐശ്വര്യ സമ്പൂർണമായി തീർന്നു ആ നഗരം. ദേവിയുടെ സ്മാരക നാമധേയമായി ആ നഗരത്തിന് അവർ ഉജ്ജയിനി എന്ന് നാമകരണം ചെയ്തു. അനന്തരം
വിക്രമാദിത്യ മഹാരാജാവ് തൻ്റെ മന്ത്രിമാരിൽ ഏറ്റവും വിശ്വസ്തനും പ്രാപ്തനുമായ ഒരുവനെ കന്യാപുരിയിലെ ഭരണാധിപനായി നിയമിച്ച ശേഷം ചക്രവർത്തി പദം സ്വീകരിച്ച് മന്ത്രി പുങ്കവനായ ഭട്ടിയോടൊന്നിച്ച് പുതിയ തലസ്ഥാന നഗരിയിലേക്ക് താമസം മാറ്റി. ഒരു ശുഭമുഹൂർത്തത്തിൽ ചക്രവർത്തിയായി സ്ഥാനാരോഹണം ചെയ്യുകയും ചെയ്തു. 56 രാജ്യങ്ങളിലെ രാജാക്കന്മാരും ഉജ്ജയിനിയിലെത്തി വിക്രമാദിത്യനെ വണങ്ങി തങ്ങളുടെ വിധേയത്വം ആദരപൂർവ്വം പ്രകടിപ്പിച്ചു. ഇപ്രകാരം അവരെക്കൊണ്ട് തൻ്റെ മേൽക്കോയ്മ അംഗീകരിപ്പിക്കുന്നതിൽ വിക്രമാദിത്യന് ഒരു തുള്ളി രക്തം പോലും ചിന്തേണ്ടി വന്നില്ലെന്നുള്ളത് അദ്ദേഹത്തിൻ്റെയും മന്ത്രി പുങ്കവനായ ഭട്ടിയുടെയും നയകോവിദത്വത്തിനും ജനസമ്മതിക്കും സർവോപരി ദേവീ കടാക്ഷത്തിനും ഉത്തമ നിദർശനമത്രേ. പ്രജകളൊന്നടങ്കം വിക്രമാദിത്യ ചക്രവർത്തിയുടെ ഭരണത്തിൻ കീഴിൽ സ്വർഗസുഖം അനുഭവിച്ചു. ദേവന്മാർ, യോഗികൾ, ഗന്ധർവന്മാർ മുതലായവർ പോലും അദ്ദേഹത്തെ മുക്തകണ്ഠം പുകഴ്ത്തി. വിക്രമാദിത്യൻ്റെയും ഭട്ടിയുടെയും യശസ് അനുദിനം അങ്ങനെ വർദ്ധിച്ചു വന്നു. നമുക്ക് ഈ 4-ാം ദിവസത്തെ കഥ ഇവിടെ നിർത്താം. വിക്രമാദിത്യൻ ദേവലോകത്തിലേക്ക് പോകുന്നതാണ് അടുത്ത ദിവസം പറയാൻ ഉദ്ദേശിക്കുന്നത്. വിക്രമാദിത്യൻ്റെ കഥ കേൾക്കാൻ കാത്തിരിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വിക്രമാദിത്യൻ ദേവലോകത്തിലേക്ക് പോകുന്ന കഥയുമായി വീണ്ടും കേൾക്കാം, വീണ്ടും കാണാം.